കൊല്ലത്തെ അപകടത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ എലിവേറ്റഡ് റോഡ്, മെയിൻ റോഡ്, ഹൈവേ അതിരുന്നു പോയപ്പോൾ സർവീസ് റോഡിലേക്ക് വന്ന് സർവീസ് റോഡ് പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയി എന്നാണ് കണ്ടുനിന്നവർ പറയുന്നത്. അപ്പോൾ എന്ത് കൺസ്ട്രക്ഷൻ സുരക്ഷയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഏത് മെറ്റീരിയൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? അവിടെ ഉപയോഗിച്ച മണ്ണിനെക്കുറിച്ച് ആളുകൾ പരാതി പറയുന്നുണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രാവശ്യവും കലക്ടർ വന്നവിടെ പരിശോധിച്ചിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ദേശീയപാത ദുരന്തം വിളിച്ചു വരുത്തുകയാണ്. ഈ ദേശീയപാത ദുരന്ത പാതയാക്കാൻ അവരുടെ തന്നെ പ്രവൃത്തിയാണ്. നമുക്ക് ദേശീയപാത നിർമ്മാണത്തിന് എല്ലാവരും യോജിച്ച് സഹകരിക്കുന്നുണ്ട്. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നാട്ടുകാർക്കുണ്ട് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ഇതുമായിട്ട് സഹകരിക്കുന്നത് നാട്ടിൽ നല്ലൊരു പാത വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആ പാതയിലൂടെ യാത്ര ചെയ്താൽ മനുഷ്യജീവൻ വിലയുണ്ടാകില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കണ്ടേ? ഇതിപ്പം സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത്. ഇത് റോഡ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തന്നെ എന്താകുമായിരുന്നു സ്ഥിതി? കൂരിയാടും അത് തന്നെയല്ലേ സ്ഥിതി, തുറവൂരിലും അത് തന്നെയല്ലേ സ്ഥിതി? ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ നിസ്സംഗതയാണ്. ദേശീയപാത അതോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചാൽ ആ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ജോലി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവൻ്റെ വില കൽപ്പിക്കുമ്പോൾ ആ ജീവൻ്റെ വില കണക്കിലെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ അവർ പൂർണ്ണമായിട്ട് അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റോഡങ്ങ് ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു കൊടുക്കണം. റോഡ് ഉദ്ഘാടനം ചെയ്യട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ റോഡ് ഉദ്ഘാടനം ചെയ്യുമ്പം സുരക്ഷയുള്ള റോഡാക്കണ്ടേ? അതിനവർ ഇടപെടണ്ടേ? ആ ഇടപെടൽ പോലും നടത്താൻ എന്തുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? ഇത് ഒന്നിനു പിറകെ ഒന്നായി അപകടം വരുമ്പോൾ ഒരു പേരിനൊരു പ്രസ്താവന കൊടുക്കും, അല്ലെങ്കിൽ പ്രസ്താവന കൊടുക്കുന്ന ആളെ നേരെ കുതിര കയറും. ഇതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു ജോലി അവർ ചെയ്യുന്നില്ല. ഇതിൽ വൻ അഴിമതികളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിൽ ക്വാളിറ്റി കണക്കിലെടുക്കാത്തവണ്ണം എല്ലാം അഴിമതി നിറഞ്ഞ നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പപ്പടം പൊടിയുന്നത് പോലെ റോഡ് തകർന്നു വീഴുന്നത്. ഈ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. അവർക്കതിൽ പങ്കുണ്ടാവും. കേന്ദ്രത്തിൻ്റെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള കുറ്റകരമായ കാര്യമാണ്. എന്തായാലും ഇത് പാർലമെന്റിൽ വീണ്ടും ശക്തമായി ഉന്നയിക്കും. ഞങ്ങൾ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ തന്നെ കൂരിയാടിൻ്റെ കാര്യത്തിൽ ഇത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിക്കും. ഒരു പരിമിതിയുമില്ല. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. പക്ഷേ സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നിർമ്മാണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിശോധിക്കാൻ അവർക്ക് പറയാമല്ലോ. മാത്രമല്ല ജില്ലാ കലക്ടർമാർ ചെയർമാനായിട്ടുള്ള സമിതികൾ എല്ലാ ജില്ലയിലും ഉണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, അവർ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇത് അപകടമുള്ള കൺസ്ട്രക്ഷനാണ്. നാട്ടുകാർക്ക് കൺസ്ട്രക്ഷനെ കുറിച്ച് ബോധ്യം വരുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് അത് ബോധ്യം വരില്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം വരില്ലേ? നാട്ടുകാർ, നിങ്ങളുടെ വിഷ്വൽസ് തന്നെ ഞാൻ കണ്ടത്. ആ വിഷ്വൽസിനകത്ത് നാട്ടുകാർ ഇതിൻ്റെ പരാതി പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് ഇതേക്കുറിച്ച് പരാതി ഉണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അത് പരാതിയില്ലേ? ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടുകൊടുക്കലാണോ? അപ്പോൾ ഇത് വളരെ ഗൗരവതരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. ഈ റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ വലിയ തോതിലുള്ള പരാതികളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനങ്ങളുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ ആവശ്യപ്പെടുന്നവർ ഒരു DPR പോലും അതിൻ്റെ വിവരാവകാശം പ്രാപിച്ചു വെച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനി എന്താണ് ഇത് നടപടി എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഞങ്ങളൊരു പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങളുടെ PSC കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അത് പാർലമെന്റ് അംഗീകരിച്ച റിപ്പോർട്ടാണ്. ഇപ്പോൾ പാർലമെന്റിൽ സമർപ്പിച്ച് പാർലമെന്റിനകത്ത് അത് പാർലമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതനുസരിച്ച് മന്ത്രാലയത്തിൽ അയച്ചു കൊടുത്തു. ഇനി ഞങ്ങളുടെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പുറത്ത് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് മന്ത്രാലയത്തെ വിളിച്ച് ഞങ്ങൾ ചോദിക്കും. എന്തായാലും അടുത്തൊരു മീറ്റിംഗിൽ തന്നെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് NHAയോട് ചോദിക്കും. മാത്രമല്ല, ഇത് ഇപ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും മന്ത്രിയെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇത് ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ അഴിമതി അന്വേഷിക്കപ്പെടണം. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിർമ്മാണത്തിലുണ്ടാകുന്ന ക്രമക്കേടുകൾ പുറത്തു വരുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല. ഇതിനുള്ള വളരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. പലപ്പോഴും ഈ സമയത്ത്, അതായത് എഞ്ചിനീയർമാരുടെ മേൽനോട്ടമോ അല്ലെങ്കിൽ വിദഗ്ധരുടെ മേൽനോട്ടം ഒന്നും ഇല്ലാതെയാണ് പലപ്പോഴും ഈ നിർമ്മാണ ജോലി നടത്തുന്നുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും വരുന്നുമില്ല. റോഡ് നിർമ്മാണം നടത്തുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അരൂരിലത്തെ അപകടം നടന്നപ്പോൾ അവിടെ ചോദിച്ചു, ഞാൻ അവിടെ നിങ്ങളുണ്ടായിരുന്നോ, നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് ചോദിച്ചത്. ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടോ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരാരുമില്ല. ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തിയായിരുന്നു അന്ന് നടക്കുന്നത്. ഈ ഗട്ടറുകൾ സ്ഥാപിക്കുന്ന ഏറ്റവും വലിയ അന്ന് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരുടെയും സാന്നിധ്യത്തിലല്ല. ഇത് കരാറുകാർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നിർമ്മാണം കംപ്ലീറ്റ് അവരുടെ ഉത്തരവാദിത്വമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഡിസൈൻ തയ്യാറാക്കുന്നതിൽ അവർക്കാണ് മുഖ്യ പങ്കാളിത്തം. നിർമ്മാണം മുഴുവൻ അവരാണ്. അപ്പോൾ ഇങ്ങനെയെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കുന്ന അവസ്ഥയാണ്. അത് പാടില്ല.
ശക്തമായ നിരീക്ഷണം ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടാകണം. കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ ടീം നിരീക്ഷിക്കണം. ഇത് എവിടെയെങ്കിലും പാളിച്ച ഉണ്ടാകുന്നുണ്ടോ അവർ പരിശോധിക്കണ്ടേ? രണ്ടും കൂടെ സംയുക്തമായ ടീം കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ ഒന്നിച്ച് പരിശോധിക്കണ്ടേ? അതല്ല സംസ്ഥാന ഗവൺമെന്റല്ലേ പറയേണ്ടത്. പറയുമ്പം അവർ വേണ്ടെന്ന് പറയുമോ? ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെയുള്ള നിർമ്മാണ ജോലികളല്ല ഇവിടെ നിന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടുത്തെ ജനസാന്ദ്രതയും കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്നത് ഈ ദേശീയപാതയുടെ ഇരുവശത്തുമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, ഇത് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത പ്രത്യേകതയാണ് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൂടെ ഉത്തരവാദിത്വമായിരുന്നു. അതവർ ചെയ്യുന്നില്ല.